ഹായ്. ഇന്ന് ഞങ്ങള് അതിരപ്പള്ളി വരെ വന്നതാണ് രാവിലെ. അപ്പൊ നമ്മള് തിരിച്ചുള്ള പോക്ക് നമ്മുടെ ഇപ്പൊ നമ്മള് എപ്പോഴും ആന ഇറങ്ങുന്ന ഏഴാറ്റുമുഖം ഭാഗത്ത് നിന്ന് മലയാറ്റൂർക്കുള്ള റൂട്ടിലൂടെ ഒന്ന് പോയേക്കാന്ന് കരുതി. അല്ലെങ്കിൽ നമ്മൾ ചുറ്റിക്കറങ്ങി ചാലക്കുടി വഴി ചുറ്റിക്കറങ്ങിയാ പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിലെ പോകുമ്പോ എന്തായാലും ആനയൊന്ന് ഉണ്ടെങ്കിൽ റോഡിലുണ്ടെങ്കിൽ നമുക്ക് പയ്യെ മാറി നിൽക്കാം. അല്ല റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചിരി നേരം ഒന്ന് കണ്ടു നിൽക്കാം എന്നൊക്കെ വിചാരിച്ചാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ കയറിയപ്പോ മുതല് അവിടെ ആൾസഞ്ചാരമൊക്കെ തീരെ കുറവായിരുന്നു. ഇച്ചിരി വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ആൾസഞ്ചാരങ്ങൾ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ആനയുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നോക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അവിടെ ആ ഏരിയയിൽ ഉണ്ടായിരുന്ന താമസക്കാരൊക്കെ ഒരുവിധം തന്നെ ഒഴിഞ്ഞ് പോയിരിക്കുന്ന ഒരു സമയമായി മാറിയിട്ടുണ്ട് അപ്പൊ അവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനശല്യം തന്നെയാണ് മെയിൻ ആയിട്ടും. അപ്പോ അങ്ങനെ വന്ന സമയത്ത് ഇതാ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇതാ മേളില് രണ്ട് ആനകളെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അത് രണ്ടും കൊമ്പന്മാരാണ്. ഏകദേശം റോഡിന്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 300-350 മീറ്ററിന് അപ്പുറത്താണ് അവർ നിൽക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് വ്യക്തമാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുകൂടെ സൂം ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക് ഇപ്പോ. ഒരു കൊമ്പനാണ് ഈ നിൽക്കുന്നത്. അതിന്റെ ഇടതുഭാഗത്തായിട്ട് മറ്റൊരു കൊമ്പനും കൂടെ നിന്ന് അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ആനയെ നോക്കി നിന്നു. പിന്നെ ഒരുപാട് അടുത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല, കുറച്ച് ദൂരെയായിട്ട് കാണാൻ പറ്റിയ. പിന്നെ അതിനിടയ്ക്ക് വേറെ ആനകൾ എവിടെന്നെങ്കിലും വരുന്നുണ്ടോന്ന് നമുക്ക് നോക്കണമല്ലോ. അങ്ങനെ ആ ആസ്വാദനം കഴിഞ്ഞ് ഞങ്ങൾ പതിയെ മുന്നോട്ട് പോന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന ഒരു ടാപ്പിംഗ് ജോലി ചെയ്യുന്ന ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ഇവിടെ ആന വരാറുണ്ടോടാ? ആന വരാറുണ്ട്. ഓലെ ഇവിടെ വന്ന് ഉപദ്രവം കാര്യങ്ങൾ അങ്ങനെ? ഉപദ്രവം എന്നുള്ള കോട്ടേഴ്സിൽ നിറച്ച് തൊഴിലാളികൾ ഉണ്ടായതാ. ഉപദ്രവം കൂടി ഇപ്പൊ ഇവരൊക്കെ ഇത് ഉപേക്ഷിച്ച് പോയി. വാടകയ്ക്ക് ആ കാണാണ് കോട്ടേഴ്സ് അല്ലേ? ഞാനടക്കം തോട്ടത്തിൻ്റെ അകത്ത് താമസിച്ചിരുന്നത്. ഇപ്പം 30 കിലോമീറ്റർ ആയാലും ഞാൻ ഈ ജോലിക്ക് വരുന്നത്. അതല്ലേ നിപ്പുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ആന കാണുന്ന ഇടം പറഞ്ഞു. ഇനി നിങ്ങൾ ആനനെ പ്രതീക്ഷിച്ച് തന്നെ പോകണം. ആണല്ലേ? അയ്യമ്പഴ ഒരു ആന ഉണ്ടാവും. ശരി. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് സജി. വീട് ഇവിടെ? വീട് തോട്ടത്തിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ആനയുടെ ശല്യം കാരണം ഇപ്പൊ 30 കിലോമീറ്റർ അകലെ പുറത്ത് താമസിക്കുന്നത്. ശരി. ആയിക്കോട്ടെടാ. അപ്പൊ ഈ നമ്മളെപ്പോഴും പേടിച്ചു വേണ്ട ഇവിടെ ജോലി ചെയ്യാൻ? പേടി തന്നെ വേണം. അതല്ലേ? എപ്പോഴും ഒരു ഭയപ്പാടോടുകൂടി നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ശരി, ആയിക്കോട്ടെടാ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സജിച്ചേനോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് വന്നു. അപ്പൊ ഈ സജിച്ചേനെ പോലെ ഇതുപോലെ വെളുപ്പാങ്കാലത്ത് ടാപ്പിംഗ് ജോലിക്ക് വന്ന് എത്രമാത്രം ഭയപ്പാടോടെ ആയിരിക്കും അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആനയെ കണ്ടു. ആ ആനയും ഇതുപോലെ തന്നെ ഞങ്ങൾ റോഡിനോട് നിന്ന് ഒരു ഏകദേശം ഗണപതി നിന്നിരുന്നത് ഏകദേശം ഒരു 200 മീറ്റർ 250 മീറ്റർ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങള് കുറച്ചധികം ശ്രദ്ധയോടെ നിന്നു. അതിനുശേഷം കുറച്ചു നേരം ആസ്വദിച്ചിട്ട് ഞങ്ങൾ പോരുകയാണ് ഉണ്ടായത്. വേറെ യാതൊരുവിധ ഉപദ്രവത്തിനും മുതിരുകയോ ഒന്നും തന്നെ ചെയ്തില്ല. പക്ഷെ ആനകൾ എപ്പോഴും ഉപദ്രവിക്കാൻ തയ്യാറെടുക്കുന്നത് അവരുടെ ആ ഒരു ലിമിറ്റിന്റെ അടുത്തേക്ക് അത് കഴിഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ആന എപ്പോഴും ഉപദ്രവിക്കാൻ നിൽക്കാറ്. അങ്ങനെ വരുന്ന വഴിയിൽ നിറയെ പശുക്കളെ കണ്ടു. പിന്നീടുള്ള അങ്ങോട്ടുള്ള വഴിയിൽ കിടാവുകളും പശുക്കളുമായിട്ട് ഒരുപാട് റോഡിലൂടെ ഉടനീളം ഉണ്ടായിരുന്നു യാത്രയിൽ. അവരായിരുന്നു പിന്നെ കൂട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഈ സജിച്ചേനെ പോലെ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളും, അതുപോലെ അതിന്റെ ഉള്ളിൽ ഇപ്പോഴും അവിടെ നിന്ന് വിട്ടുപോരാൻ പറ്റാതെ ഇപ്പോഴും അവിടെ താമസിക്കുന്ന ഒരുപാട് ആളുകളും ഈ ആനപ്പേടിയിൽ നിന്നിട്ട് വേണം. ഇപ്പൊ അവിടെ ആന മാത്രമല്ല മറ്റുള്ള മൃഗങ്ങളും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ മൃഗങ്ങളുടെ എല്ലാം എത്രമാത്രം ഭയപ്പാടോടെ ആയിരിക്കും അവരവിടെ ജീവിക്കുന്നുണ്ടാവുക. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ അവർക്ക് നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും, അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോയെന്നോടെ അവിടെ നിന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ അവരുടെ സ്വന്തം വീടും സ്ഥലവും എല്ലാം വിട്ടെറിഞ്ഞു വന്ന് മറ്റൊരു നാട്ടില് വാടകയ്ക്ക് താമസിക്കേണ്ട അവസ്ഥയാവും അവർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.